നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ആദിവാസി വിഭാഗങ്ങൾക്ക് അടിസ്ഥാന രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള മെഗാ രേഖാ അദാലത്തിന് തുടക്കമായി. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ മന്ത്രി കെ തുളസി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വികാസ് വിഷൻ 2040 പദ്ധതിയുടെ ഭാഗമായി നിലമ്പൂർ മാനവേദൻ സ്കൂളിലാണ് മെഗാ രേഖാ അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. പദ്ധതി സംസ്ഥാനത്തിന് മാതൃകയാണെന്നും എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരം അദാലത്തുകൾ സംഘടിപ്പിക്കണമെന്നും മന്ത്രി കെ തുളസി പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ മറ്റു വകുപ്പുകളുടെ സഹകരണത്തോടെ കൂടുതൽ ഏകോപിപ്പിക്കുമെന്നും വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേമ പദ്ധതികൾക്ക് തടസ്സമാകുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പട്ടികജാതി പട്ടികവർഗ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പുതിയ കോഴ്സുകൾ ആരംഭിച്ച് കാലാനുസൃത മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും ഉന്നത വിദ്യാഭ്യാസത്തിനും സിവിൽ സർവീസ് പരിശീലനത്തിനും മികച്ച സൗകര്യങ്ങൾ ഒരുക്കി പിന്നാക്ക വിഭാഗങ്ങളുടെ പുരോഗതി ഉറപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, കഴിഞ്ഞ പ്രളയ സമയത്ത് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. ഒരു വീട് നമ്മൾ വകുപ്പിൽ നിന്ന് കൊടുത്താൽ പിന്നീട് അത് കൊടുക്കണമെങ്കിൽ ഒരു നിശ്ചിത കാലപരിധി കഴിഞ്ഞാലേ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. പക്ഷെ അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള നൂലാമാലകളിൽപ്പെട്ട് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ആളുകൾക്ക് എത്തേണ്ട ഏറ്റവും അത്യാവശ്യം എത്തിക്കേണ്ട വികസനം എത്തിക്കാതിരിക്കില്ല വകുപ്പും സർക്കാരും എന്നുള്ളതാണ് MLA ഉൾപ്പെടെയുള്ള ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മുൻപൊക്കെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, അട്ടപ്പാടി, അതുപോലെ തന്നെ നെല്ലിയാമ്പതി, അതുപോലെ വയനാട് ഉൾപ്പെടെയുള്ള വളരെ വൾണറബിൾ ആയിട്ടുള്ള ഏരിയകൾ പ്രഖ്യാപിക്കുമ്പോൾ നിലമ്പൂർ പലപ്പോഴും വിട്ടുപോകാറുണ്ട് എന്നൊരു സങ്കടം MLA പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിലമ്പൂർ ഇനി എന്ത് പദ്ധതി സംസ്ഥാനത്ത് നമ്മുടെ വകുപ്പ് പ്രഖ്യാപിക്കുമ്പോഴും അതിൽ നിലമ്പൂർ അറിയാതെ പോലും വിട്ടുപോകില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരടൻ ഷൗക്കത്ത് MLA അധ്യക്ഷത വഹിച്ചു. PV അബ്ദുൽ വഹാബ് MP, ജില്ലാ കളക്ടർ, സബ് കളക്ടർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. അടിസ്ഥാന രേഖകളില്ലാത്തതിനാൽ സർക്കാർ ക്ഷേമ പദ്ധതികളിൽ നിന്ന് പുറത്താക്കുന്ന ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് മെഗാ അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, പാൻ കാർഡ്, റേഷൻ കാർഡ്, വോട്ടർ ID, ജാതി വരുമാന സർട്ടിഫിക്കറ്റുകൾ, എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ, ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, തൊഴിൽ കാർഡ്, ബാങ്ക് അക്കൗണ്ട് തുടങ്ങി 11 അടിസ്ഥാന രേഖകളാണ് അദാലത്തിലൂടെ ലഭ്യമാക്കുന്നത്. നിലമ്പൂർ നഗരസഭയിലെയും വഴിക്കടവ്, പോത്തുകൽ, എടക്കര, ചുങ്കത്തറ, മൂത്തേടം, കരുളായി, അമരമ്പലം പഞ്ചായത്തുകളിലെയും ആദിവാസി വിഭാഗങ്ങൾക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 168 ആദിവാസി ഉന്നതികളിൽ നിന്നുള്ള ഗുണഭോക്താക്കളെ എത്തിക്കുന്നതിന് പ്രത്യേക വാഹന സൗകര്യവും 400ഓളം സന്നദ്ധ പ്രവർത്തകരുടെ സേവനവും ഒരുക്കിയിട്ടുണ്ട്. 7000ഓളം പട്ടികവർഗ കുടുംബങ്ങളെ നേരിൽ സന്ദർശിച്ച് നടത്തിയ സർവേയിലൂടെ ആവശ്യമായ രേഖകളില്ലാത്തവരെ കണ്ടെത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ആദിവാസി വിഭാഗങ്ങൾക്കും സമഗ്ര സർവേയുടെ അടിസ്ഥാനത്തിൽ അടിസ്ഥാന രേഖകൾ ഒരുമിച്ച് വിതരണം ചെയ്യുന്നത്. ഈ ചാനൽ ന്യൂസ്, നിലമ്പൂർ. +2 ശേഷം നിരവധി ജോലി സാധ്യതകളുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരുക്കിയിരിക്കുകയാണ് നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി. പഠന പാഠ്യേതര രംഗത്തെ നിങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുക്കാനുള്ള അവസരങ്ങൾ ഉറപ്പാക്കുന്നു. ഹൈലി എക്യുപ്ഡ് ഫെസിലിറ്റീസോടുകൂടി ബ്ലഡ് ബാങ്ക് ആൻഡ് മെഡിക്കൽ ലബോറട്ടറി, MRI, CT, ഡിജിറ്റൽ എക്സ്റേ ഉൾപ്പെടെയുള്ള അഡ്വാൻസ്ഡ് മൊഡാലിറ്റീസോടുകൂടി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. പരിശീലനത്തിലൂടെ പഠിക്കാനായി ലാബ് സൗകര്യങ്ങളും മികച്ച ഡോക്ടേഴ്സും. കൂടാതെ ഡയാലിസിസ് ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ, അനസ്തെറ്റിക് ഡിപ്പാർട്ട്മെന്റ് പഠനത്തോടൊപ്പം പ്രാക്ടിക്കൽ സെക്ഷൻസും. നിങ്ങളുടെ കരിയർ മികവിനായി എക്സ്പീരിയൻസ് ടീച്ചേഴ്സും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള മാനേജ്മെന്റും. പാരാമെഡിക്കൽ ഫീൽഡിൽ ഏറെ സാധ്യതകളുമായി BSc ആൻഡ് ഡിപ്ലോമ കോഴ്സസ്, BSc ആൻഡ് ഡിപ്ലോമ ഇൻ റേഡിയോളജി ആൻഡ് ഇമാജിംഗ് ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡിപ്ലോമ ഇൻ ഡെന്റൽ ഹൈജീൻ ആൻഡ് നഴ്സിംഗ് അസിസ്റ്റന്റ്. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ 049420840110 7034071111.